കുംഭഭരണി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്. അന്നാണ് അമ്മ ഈ ഉപ്പിലയിൽ വെച്ചിട്ട് ഒരു അട പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുക. നമ്മളവിടെ ഇതിന് തിരിയിട്ട് എന്നാ പറയുക. കുംഭഭരണിയുടെ തലേ ദിവസം രാത്രിയാണ് ഇത് ഉണ്ടാക്കി വെക്കുക. നമ്മുടെ നാട്ടിലൊരു ദേവീക്ഷേത്രം ഉണ്ട്, അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണിത്. കുറെ പേര് അമ്പലത്തിൽ പോയിട്ടാണ് ഇത് ഉണ്ടാക്കുക. നമ്മൾ ഇതുവരെ അമ്പലത്തിൽ പോയി ഉണ്ടാക്കിയിട്ടില്ല, വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുക. ഞങ്ങൾ തറവാട്ടിലുള്ള കാലത്ത് അച്ഛൻ ഉള്ളപ്പോൾ ഈ തിരിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ആഘോഷമായിരുന്നു. കാരണം ഇതിന്റെ ഇല കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാരും കൂടിയിട്ട് ഈ ഉപ്പില പൊട്ടിക്കാൻ വേണ്ടി പോകും. പിന്നെ ഇതൊരു വലിയ ചെമ്പിലാണ് ഉണ്ടാക്കുക. തെങ്ങിന്റെ ഓലയുടെ തണ്ടൊക്കെ വെട്ടിയിട്ട് ചെമ്പിൽ വെച്ചിട്ട് ചെമ്പൊക്കെ റെഡിയാക്കി കൊടുത്ത അച്ഛമ്മയാണ്. ഞങ്ങൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടിട്ട് വട്ടം കൂടിയിരിക്കും. അന്ന് കുംഭഭരണിക്ക് മാത്രമാണ് ഈ തിരിയിട്ട് ഉണ്ടാക്കുക. ഇപ്പൊ പിന്നെ ഇതിന്റെ ഇല നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇതിന്റെ ഇലയ്ക്ക് കുറെ പേരുണ്ട്, ഞങ്ങൾ ഉപ്പല എന്നാ പറയാ. പിന്നെ ഇത് ഉണ്ടാക്കാൻ സിമ്പിൾ. ആദ്യം അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കും. പിന്നെ ഫില്ലിങ്ങിനായിട്ട് ഉരുക്കിയെടുത്ത ശർക്കരയ്ക്ക് തേങ്ങയും ഏലക്കപ്പൊടിയും മിക്സ് ചെയ്യുക. പിന്നെ ഇത് പരത്തുമ്പോൾ ഒട്ടും കട്ടി കൂടാൻ പാടില്ല. രാത്രിയിൽ വേവിച്ച് വെച്ചിട്ട് രാവിലെ കഴിക്കും.